ദിന്നാദരികിട തക്കും തളാങ്ക് തകതിമി തളാങ്ക് ദിന്നാദിന്നാദരികിട തക്കും തളാങ്ക് തകതിമി തളാങ്ക് കിടതരികിട കിടതരികിട തരികിട മീര എനിക്കുള്ള ഫാന്റാസ്റ്റിക്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ആണല്ലോ, അപ്പൊ മീര എന്റെ തന്നെ അല്ല? മീര എന്റേത് മാത്രമാണ്. തമാശ പറയല്ലേ. മീരയെ ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട കാര്യമായത്. മീരയെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. തമാശ കളകണ്ട. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ ഇരിക്കുന്ന കിന്നൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്കറിഞ്ഞു. അല്ല, കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിന് മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് ഇതൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകളുണ്ടെങ്കിൽ അതെന്റേതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ. അല്ല, അതിന് ഇട്ടതാണ് ഈ ഉടുപ്പെങ്കിലേ അത് ഊരി വെച്ചാ മതി. പിന്നെ ഹരികൃഷ്ണൻ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഞാനാണെങ്കിൽ ഈ ഉടുപ്പ് ഊരാനും പോകുന്നില്ല. കല്ലൂക്കാടന്റെ മോൾ മീരയെ ഒരു കിണ്ടനും കിട്ടാനും പോകുന്നില്ല. ഓക്കേ, അപ്പോ ഹരി മീരയെ ഇഷ്ടപ്പെടുന്നു. അതെ. എത്ര ഇഷ്ടപ്പെടുന്നു? ഒരുപാട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ ആകാശമുട്ടെ. അപ്പൊ ഹരി മീരയെ ഈ ആകാശമുട്ടെ ഇഷ്ടപ്പെടുന്നു. ഇനി എന്നോട് ചോദിക്കും ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന്. ചോദിക്കേ. ചോദിക്കുന്നില്ല. ചോദിക്കുന്നില്ല. ഇയാളെന്താ ഒരുമാതിരി പിള്ളാരെ പോലെ. മീര അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. എന്റെ ജീവിതത്തിൽ ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കായിരുന്നു. എന്താ പെണ്ണ് കിട്ടാത്തതുകൊണ്ട്. എനിക്കോ? എനിക്കോ? എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണ കാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന? എന്താ ആ മത്തങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിന്ന്. എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി. ഏതെങ്കിലും പെമ്പിള്ളേരൊന്ന് നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. മതി മതി, വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട.